കുരുന്നുകളിൽ ചോര പൊലിഞ്ഞ ദിവസമായിരുന്നു ഇന്നും. ആലുവ ബൈപ്പാസിൽ വെച്ച് പാലക്കാട് പട്ടാമ്പി സ്വദേശി അജിത് വാഹനാപകടത്തിൽ മരിച്ചു. ബൈക്ക് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പത്തനംതിട്ടയിൽ ഓട്ടോയിൽ നിന്നിറങ്ങവേ ബൈക്കിടിച്ച് പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. പത്തനംതിട്ടയിൽ ഇരുചക്രവാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. മലപ്പുറം കൊണ്ടോട്ടി ഒഴുകൂർ കുന്നത്ത് സ്കൂൾ വാൻ മറിഞ്ഞ് 11 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവറും അധ്യാപികയും കുട്ടികളും ഉൾപ്പെടെ 19 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. കുമ്പളപ്പറമ്പിലെ ABC സ്കൂളിന്റെ വാനാണ് മറിഞ്ഞത്. നെയ്യാറ്റിൻകര കാരക്കോണത്ത് കാർ നിയന്ത്രണം വിട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇടിച്ചുകയറി. കാർ കുന്നത്തുകാൽ പഞ്ചായത്ത് ഓഫീസിന്റെ മതിലും ഗേറ്റും തകർത്തു. നിയന്ത്രണം വിട്ട കാർ ബൈക്കുകളിലും ഓട്ടോറിക്ഷയിലും ഇടിച്ച് പത്തനംതിട്ടയിൽ 2 കുട്ടികളടക്കം 3 പേർക്ക് പരിക്കേറ്റു. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ മാവേലിക്കര സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ ഓമല്ലൂർ ചന്തയ്ക്ക് സമീപത്ത് വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് ഞാങ്ങാട്ടിരിയിൽ കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. കൂറ്റനാട് ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിലെ ഡ്രൈവർ ഉറങ്ങിപ്പോവുകയായിരുന്നു. തുറവൂർ അരൂർ പാതയിൽ KSRTC ബസ് കുഴിയിൽ വീണു. പത്തനംതിട്ട കോഴിക്കോട് സൂപ്പർഫാസ്റ്റ് ബസ് ഉയർത്താൻ കഴിയാതെ വന്നതോടെ യാത്രക്കാരെ മറ്റൊരു വണ്ടിയിൽ കയറ്റിവിട്ടു. അരൂർ പെട്രോൾ പമ്പിന് മുമ്പിലാണ് സംഭവം നടന്നത്. എലിവേറ്റഡ് ഹൈവേ നിർമ്മാണം നടക്കുന്ന തുറവൂർ അരൂർ പാതയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. അതിനിടെ ആലപ്പുഴ പുറക്കാട് ദേശീയപാതയിൽ KSRTCയുടെ ചില്ലെറിഞ്ഞുടച്ചതല്ലെന്ന് പോലീസ് കണ്ടെത്തി. CCTV പരിശോധനയിൽ ആരും കല്ലെറിയുന്നതായി കണ്ടെത്തിയില്ല. വാഹനങ്ങളിൽ നിന്ന് കല്ല് തെറിച്ചു വന്നതാകാമെന്നാണ് നിഗമനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.